മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് നാടകത്തിൽ 1ാം സ്ഥാനം നേടിയ PPMHSS കൊട്ടൂക്കരയിലെ മിടുക്കുകളുടെ ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് സ്ത്രീകൾ നാടകരംഗത്ത് അഭിനയ രംഗത്തേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അവിടെയാണ് ഇന്ന് അറബിക് നാടകത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിൽ മുഴുവൻ പെൺകുട്ടികളാണ് ഈ നാടകം മുന്നോട്ട് നയിച്ചത് എന്ന് തന്നെ വേണമെങ്കിലും പറയാം. അവരുടെ കഠിനാധ്വാനമാണ് ഈ നാടകത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അവരുടെ തന്നെ അധ്യാപികയാണ് ഈ നാടകം രചിച്ചിട്ടുള്ള ടീച്ചർ. അവരുടെ തന്നെ സ്കൂളിലെ അധ്യാപകൻ സംവിധാനം ചെയ്തു. അങ്ങനെ ഒരു സ്കൂളിന്റെ പ്രൊഡക്റ്റായിട്ടാണ് ഈ നാടകം ഇവിടെ എത്തിയിട്ടുള്ളത്. നാടകത്തെക്കുറിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള കൂട്ടുകാരിൽ ഒരാൾ തന്നെ സംസാരിക്കും. ആരാ പറയാ? ഈ നാടകത്തിന്റെ പേര് അൻതും ഖുറമാ, അതായത് നിങ്ങൾ മാന്യന്മാരെന്നാണ്. അപ്പോൾ ഈ ഒരു നാടകത്തിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു ഭ്രാന്തിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നാം ഇന്ന് കല്യാണങ്ങളിലും അല്ലെങ്കിൽ മറ്റു പരിപാടികളിലൊക്കെ ഭക്ഷണം വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊതിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു പ്രശ്നത്തെയാണ് ഞങ്ങളുടെ നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ചോദിക്കാം. വേദി 6-ൽ രാവിലെ തുടങ്ങിയ നാടകവേദിയിലാണ്, അറബിക് നാടകവേദിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അറബി നാടകം വ്യത്യസ്ത തീമുകൾ അടിസ്ഥാനമായിട്ട് മത്സരത്തിൽ പ്രവചനാതീതമായിട്ടാണ് അറബിക് നാടകം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം SIR വരെ സ്റ്റേജിൽ കളിച്ച ഒരു സന്ദർഭമാണ് തൊട്ട് മുമ്പ് ഇവിടെ നടന്നത്. ഫലസ്തീന് മാത്രമല്ല, സാധാരണ അറബി നാടകങ്ങൾ ഫലസ്തീന് മാത്രം കയറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ പോലും അറബി നാടകത്തിൽ വിഷയമായി കടന്നു വന്നു. ഇപ്പൊ തൊട്ടു മുമ്പ് ഗോവിന്ദസ്വാമിയുടെ ഒരു വിഷയം പോലും ജയിൽ ചാടിയത് പോലും ഇവിടെ വളരെ കൃത്യമായ രൂപത്തിൽ അറബിക് നാടകം അറബി അറിയാത്തവർക്ക് പോലും രംഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴും നിറഞ്ഞ സദസ്സാണ് ഈ അറബി നാടക വേദിക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. വണ്ടൂരിന്റെ ജനതയ്ക്ക് ഒരു അറബി ഭാഷയെ വ്യത്യസ്തമായ തലത്തിലേക്ക് ഈ ഒരു നാടകം എത്തിച്ചു എന്നത് സംശയമില്ല. ഓക്കെ, താങ്ക് യു. നാടകം അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയാണ്. ഈ നാടകത്തില് ഈ 9 സഹോദരിമാരോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ഈ ഒരു മിടുക്കനാണ്. അവരെ നമുക്ക് നിരാശപ്പെടുത്താനാവില്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആള് പേരെന്താണ്? എന്റെ പേര് മിൻഹാജാണ്. മിൻഹാജിനും കൂട്ടുകാരികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സംസ്ഥാന തലത്തിൽ ഉന്നതമായ ഒരു വിജയം നേടി മലപ്പുറം ജില്ലയ്ക്ക് പോയിന്റ് കൊണ്ടുവരാൻ കഴിയട്ടെ. താങ്ക് യു.